തിരുവനന്തപുരത്ത് 5 പേരുടെ കൂട്ടക്കൊലയിൽ വിറങ്ങലിക്കുന്നു നാട്. കുടുംബാംഗങ്ങളെയും പെൺസുഹൃത്തിനെയും ഉൾപ്പെടെ പ്രതി അഫാൻ കൊലപ്പെടുത്തിയതിന് പിന്നിലെ കാരണമെന്ത് എന്നിതുവരെ വ്യക്തമല്ല. പ്രതി ലഹരി ഉപയോഗിച്ചു വന്ന സംശയമുണ്ടെന്ന് പോലീസ് പറയുകയാണ്. നെടുമാ ഡിവൈഎസ്പിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ലഹരി ഉപയോഗത്തെ കുറിച്ച് എന്തെങ്കിലും ലഹരി ഉപയോഗം അതിന്റെ എവിഡൻസ് ഉണ്ട്. ലഹരി ഉപയോഗിക്കുന്നു എവിഡൻസ് ഉണ്ട്. നമ്മൾ കൂടുതൽ സയന്റിഫിക് പരിശോധനയ്ക്ക് ശേഷം മാത്രം അത് കൂടുതൽ ഡീപ്പായിട്ട് പറയാം. ഏത് തരത്തിലുള്ളതാണ്, മദ്യമാണോ MDMA ആണോ, അങ്ങനെ അത് ഇപ്പൊ പറയാൻ പറ്റില്ല. പരിശോധനയ്ക്ക് ശേഷം ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് ഉണ്ട്. എല്ലാ എവിഡൻസും ഉണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കൂട്ടക്കൊലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിന്തയാണ് നമ്മൾ കേട്ടിട്ട്. അഫാൻ എന്ന് പറയുന്നൊരു വ്യക്തിയിലെ അപ്പോൾ ഒരു പേര് മാത്രമല്ല, ധാരാളം പേരുകൾ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരു മാസത്തിനടക്ക് അതല്ലെങ്കിൽ ഒരാഴ്ചക്കടക്ക് ഇതുമായി ബന്ധപ്പെട്ട എത്ര കൊലപാതകങ്ങൾ കുറെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തൊരു ആദിൽ എന്ന് പറയുന്ന ഒരാള് സ്വന്തം ഉമ്മാനെ കൊന്നു. അതെ, അതും കൊന്നത് എങ്ങനെയാണ്, അവൻ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വന്ന് കൊല്ലാനായിട്ട് വന്ന പോലെ. അതെ, കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു പത്രം എടുത്ത് നോക്കിയാലേ കൊലപാതകത്തിന്റെ ന്യൂസ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഉള്ളത്തെ ചരമോളത്തേക്ക് പോയാൽ അടിയിലുണ്ടാവും കുറച്ച് പേരുണ്ടാവും. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യം പേജ് എല്ലാ ദിവസവും തുറന്നാലേ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടാവും ഒരു കൊലപാതകം. അത് വലിയൊരു സംഭവമായിട്ട് കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു കൊലപാതകമായിരിക്കും ഉണ്ടാവുക. അതെ, അഥവാ പല വ്യത്യസ്തമായ പല രൂപങ്ങളിൽ അല്ലേ. എന്താ പൊതുവെ എന്തായിരിക്കാം എന്താന്ന് വെച്ചാല് ഇപ്പോൾ എല്ലാ കൊലപാതകവും എടുത്തു നോക്കി കഴിഞ്ഞാല് അതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ലഹരി ഉപയോഗം തന്നെയാണ്. മുഖ്യപ്രതി ലഹരിയാണ്. അതെ, ഇപ്പോൾ ഈ ഒരു വാർത്തയിൽ തന്നെ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലായത് ലഹരി ഉപയോഗമാണ്. പക്ഷെ അത് പരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കില്ല. എങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ത് തന്നെയാണ്, ലഹരി തന്നെയാണ്. അയാള് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞിരുന്നുണ്ട്. നമുക്കത് പ്രത്യക്ഷത്തിൽ ഒരു പെട്ടെന്ന് തന്നെ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും പല വിഷയത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ കഴിഞ്ഞ ഒരു കൊലപാതകത്തിന്റെ വിഷയത്തിലും ആ ഒരു കുട്ടി ഡി അഡിക്ഷന് ഒക്കെ പോയി അവിടുന്ന് വന്നതിന് ശേഷമാണിതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള ലഹരികൾ നമ്മുടെ നാട്ടിൽ വ്യാപിക്കുന്നുണ്ട്. അതിന് ഒരു വേള നമ്മുടെ സർക്കാരുകളും അതിന് നിൽക്കുന്നുണ്ടോന്ന് സംശയമാണ്. ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്: ബീവറേജ് കോർപ്പറേഷൻ എല്ലാ ജംഗ്ഷനുകളിലും സ്ഥാപിക്കുന്ന തിരക്കിലാണ് സർക്കാർ എന്നുള്ളത്. എത്രയും പെട്ടെന്ന് ഷോപ്പുകളിലും പലചരക്ക് കടകളിലൊക്കെ MDM പോലെ, കഞ്ചാവ് പോലെയുള്ള പൊതികൾ അതുകൂടി വിൽക്കാൻ അനുമതി കൊടുക്കണം സർക്കാർ എന്നതാണ്. പ്രതികളെല്ലാം ജയിലിൽ നിന്ന് മോചിതരാക്കണം. എന്നാൽ ഒന്നാം പ്രതി സർക്കാർ തന്നെയാണ്. സർക്കാർ തന്നെയാണ് ജയിലിലേക്ക് അടക്കേണ്ടത്. ഓരോ ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ പുതുതായി തുറക്കുന്നതോടുകൂടി ഇവിടെ എന്ത് ചെയ്യാണ്, പുതുതായിക്കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മദ്യം അത് ഭയങ്കര മദ്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് മദ്യം മറ്റുള്ള ലഹരികളുടെ മാതാവാണ് എന്ന്. എല്ലാ മ്ലേച്ഛതയും അത് കൊണ്ടുവരുന്നത് മദ്യമാണ്. ഇപ്പൊ നമുക്കൊരു കഥ, നമ്മളെല്ലാവർക്കും സുപരിചിതമായ ഒരു കഥയാണ്. ഒരു ഭക്തനായൊരു വ്യക്തി, അയാളെ കുറച്ച് ആളുകൾ ചേർന്നൊരു റൂമിലേക്ക് അടച്ചിടാം. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഈ അടച്ചിട്ട ആളുകൾ ഇയാളോട് പറയുന്നുണ്ട്, ആ റൂമിൽ ഒരു പെണ്ണുണ്ട്, അതുപോലെ ഒരു മദ്യത്തിൻ്റെ ഒരു കുപ്പിയുണ്ട്, ഒരു കുഞ്ഞുണ്ട്, ഒരു ചെറിയൊരു കുഞ്ഞ്, പിന്നെ ഒരു കത്തിയുണ്ട്. അങ്ങനെ ഇയാളെ റൂമിൽ അടച്ചിട്ട ആളുകൾ ഇയാളോട് പറയുന്നുണ്ട്, ഒന്നെങ്കിൽ നീ ആ പെണ്ണുമായി വ്യഭിചരിക്കണം, അല്ലെങ്കിൽ നീ ആ മദ്യം കുടിക്കണം, അല്ലെങ്കിൽ ആ കുട്ടിയെ കൊന്നു കളയണം. അപ്പോൾ ഈ ഭക്തനായ വ്യക്തി ആലോചിക്കുകയാണ്, ഒരു പെണ്ണിനായിട്ട് ഞാൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാം അനുവദിക്കാത്ത മ്ലേച്ഛകരമായൊരു കാര്യമാണ്, ഞാനത് ചെയ്യൂല. അതെ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് മദ്യമാണ്. മദ്യമാണെങ്കിൽ ഇസ്ലാം വിലക്കിയ ഒരു വെള്ളമാണ്, അത് ഞാൻ കുടിക്കൂല, അത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് അതും ഞാൻ ചെയ്യില്ല. പിന്നെ അന്യായമായി ഒരു കുട്ടിയെ, ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അത് കുറേ മനുഷ്യന്മാരെ കൊന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നിങ്ങനെ അയാൾ പറയുന്നുണ്ട്. ആ സമയത്ത് അയാളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തില്ല എങ്കിൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഈ ഭക്തൻ ഒന്നുകൂടി ആലോചിക്കുകയാണ്, ഈ 3 തിന്മകളെ ഒന്നുകൂടി ആലോചിച്ചിട്ട് താരതമ്യേന അതിൽ നിന്ന് കുറ്റം കുറഞ്ഞത്, അതായത് തിന്മ അയാൾക്ക് കുറഞ്ഞത് എന്ന് തോന്നുന്ന ഒരു തിന്മ
ആ 3 ഏതാണെന്ന് അയാൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അയാൾക്ക് തോന്നിയത് മദ്യമാണ്. അങ്ങനെ മദ്യം കുടിക്കാം എന്ന് വിചാരിച്ച് അയാൾ മദ്യം തിരഞ്ഞെടുത്തു, അയാളത് കുടിച്ചു. അതിനുശേഷം അയാൾക്ക് ഉണ്ടായത് അയാളുടെ സ്വബോധം നഷ്ടപ്പെട്ടു, അയാൾ ആ പെണ്ണുമായി വ്യഭിചരിച്ചു, അതിനുശേഷം ആ കുട്ടിയെ കൊന്നു കളഞ്ഞു. ഇതാണ് ചുരുക്കത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു എന്നാണല്ലേ. അപ്പോൾ ഒരു തിന്മ തിരഞ്ഞെടുത്തപ്പോൾ അതിന്റെ ബാക്കിയുള്ള മുഴുവൻ തിന്മകളും കാരണമായി എന്നുള്ളതാണ്. അപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാ ലഹരികളും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെ ഓരോ ലഹരി ചെയ്യുന്നു, അതിന്റെ ഭാഗമായിക്കിട്ട് നിരവധി തിന്മകൾ അവരിലേക്ക് പ്രവേശിച്ചു വരികയാണ്. ഇത്തരത്തിൽ ആ ഒരു കൊലപാതകങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ. അതെ, മാത്രമല്ല നമുക്ക് ഇതിൽ ലഹരി മാത്രമല്ല മതിയോ? ലഹരി മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ വലിയൊരു സംഭവമാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകങ്ങൾ മാത്രമല്ല, മനുഷ്യൻ ചെയ്യുന്ന കൂടുതൽ തിന്മകളിലും സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു കാര്യമാണ് ഈ സിനിമ. ഇന്നത്തെ സിനിമകൾ അല്ലേ, സിനിമകൾക്ക് വല്ലാത്ത പ്രാധാന്യമുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ന്യൂസ് നോക്കിയ സന്ദർഭത്തിൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റ് നോക്കുന്ന സമയത്ത് എല്ലാവരും, അഥവാ ഇതിപ്പോൾ സിനിമയെ പൊതുവേ ആളുകൾ ഈ ഒരു മുസ്ലിമീങ്ങളായ ആളുകളാണല്ലോ എതിർക്കാറുള്ളത്, ഇത് പാടില്ല എന്നുള്ളത്. എന്നാൽ ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല, അതിൻ്റെ പേരിങ്ങനെ നോക്കുമ്പോൾ പല അമുസ്ലിം നാമധാരികൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, എതിരെ പറയാണ്. അഥവാ മിക്കവാറും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണതാ ഈ ഒരു സിനിമകളിൽ നിന്നാണ് അവർക്ക് പ്രചോദനം കിട്ടുന്നതാണ്. അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇന്നത്തെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ കൂടുതലായിട്ടും കൊലപാതകങ്ങൾ നടക്കുന്നത്, തിന്മകൾ നടക്കുന്നത് യുവാക്കളിലാണ്, ചെറിയ ചെറിയ മക്കളിലാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന റിലീസാവുന്ന കൂടുതൽ സിനിമകളും വയലൻസ് നിറഞ്ഞ സിനിമകളാണ്, ഇടിയും പൊടിയും ഉള്ള ഓരോ സിനിമകളാണ്. അതെ. അപ്പൊ ഇത് ശരിക്കും എന്താ വെച്ചാല് വലിയ ആളുകൾ കാണുമ്പോഴൊരു വ്യത്യാസവും ചെറിയ ആള് അവർ തമ്മിൽ കാണുന്ന വ്യത്യാസം എന്താ വെച്ചാല് വലിയ ആളുകൾക്കൊന്നും സെൻസ് ഉണ്ടാവും, ചിന്തിക്കും. ഇതൊന്നും ജീവിതത്തിൽ നടക്കില്ല. ഒരു 10 ആൾക്കാർ ഇടിക്കാൻ വന്നാൽ ഓടല്ലാതെ വേറെ രക്ഷയില്ല. പക്ഷെ ചെറിയ കുട്ടി മനസ്സിലാക്കുന്ന കുട്ടികൾ അങ്ങനെയല്ല, അവർക്ക് മനസ്സിലാക്കാനും അതുപോലെ ഒരു കാര്യം തീരുമാനിക്കാനുള്ള കഴിവ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ കഴിവ് എത്തുന്നതിന് മുമ്പായിക്കൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ ശരിയാണെന്ന് ചിന്തിക്കണില്ല. അവരുടെ മൈൻഡ് സെറ്റിൽ ഈ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ആയി പോവുകയാണ്. അവരുടെ മൈൻഡ് അങ്ങനെ ആയി. അവർക്ക് ഒരു ശരിയേത് തെറ്റേതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കണം എന്താ വെച്ചാല് ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് സിനിമ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊരു വലിയ പാടാണ്. നാളെ പിറ്റേന്ന് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യില്ല, എന്റെ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും ഒരു അവകാശം യഥാർത്ഥത്തില്. സത്യത്തില് അവര് എന്താ കാണുമ്പോ തന്റെ മക്കളൊന്ന് കണ്ടോട്ടെ എന്നുള്ള രീതിക്ക് ഇരുന്നാണ്ട് കാണിച്ചു കൊടുക്കും. പക്ഷെ മക്കള് കാണുന്നത് സാധാ വെറും സിനിമയല്ല, അവരവരുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവർ കാണുന്നത്. മാത്രല്ല ഈ ചെറിയ കുട്ടികൾക്കിടയിലുള്ളൊരു അവരുടെ സ്വഭാവമാണ് ഒരു ഹീറോയിസം. അതെ, അഥവാ ഞാനൊരു ഹീറോ ആയിട്ട് ഇങ്ങനെ കാണുന്ന പ്രത്യേക കുട്ടികൾ ചിന്തിക്കും. അതെ, സ്വാഭാവികമായിട്ട് ഈ സിനിമ കൂടി കാണുമ്പോൾ എന്ത് ചെയ്യും, അവര് ഈ സിനിമയിൽ നടൻ വില്ലനെ എന്ത് ചെയ്യുന്നു, രണ്ടടിക്കുന്നു അല്ലെങ്കിൽ വെടിവെക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വരുന്നു. അപ്പൊ കുട്ടി വിചാരിക്കണം എന്തൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും, ഞാനൊരു ഹീറോ ആകും. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഹീറോ ആക്കാനുള്ള വഴി എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യാണ്, സ്കൂളിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു കുട്ടി എന്തെങ്കിലുമൊക്കെ അവർ 2 അടി കൊടുത്താൽ ആ ഹീറോ ആകും. മുമ്പിൽ ഒരു ഷോ. അതെ, ആ കുട്ടികൾ എന്ത് ചെയ്യാണ്, അത്തരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതില് സിനിമക്ക് വല്ലാത്തൊരു സ്വാധീനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭയങ്കര അപകടം പിടിച്ചൊരു കാര്യം തന്നെയാണിത്. ഇത്തരത്തിലുള്ള സിനിമകൾക്ക് നമ്മൾ പ്രതി നിർത്തുമ്പോൾ ലഹരിയെ പോലെ തന്നെ പ്രതി നിർത്തേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് സിനിമ എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കിടയിൽ അവർക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സിനിമകൾ കാണണമെന്നല്ല, അവർക്ക് എന്ത് ചെയ്യണം, കൃത്യമായി കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ ഇടയിലേക്ക് ഒരു വിഷയം വന്നാൽ അതിനെ നീതിപൂർണമായിക്കൊണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് അവർക്ക് മനസ്സിലാവില്ല. അവർ ഈ ചെറുപ്പത്തിലേ ഇങ്ങനെ ഈ ഒരു വയലൻസ് കണ്ട് ശീലിച്ചാൽ പിന്നീട് അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് അതിനെ ആ ഒരു വയലൻസിനെ സമീപിക്കണ പോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, അവരുടെ സംസാരത്തിലും അത് തന്നെയാണ് ഉണ്ടാവുന്നത്. അത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് തല്ലാണ്. അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ അടിയുണ്ടാക്കി പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഈ ഒരു തരത്തിലുള്ള സിനിമകളുടെ ഒരു അഡിക്ഷനാണ് എന്നൊക്കെ ശരിയാണ്. ഇപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മള് വലിയ വലിയ ആൾക്കാരോട് പോയിട്ട് ഏറ്റുമുട്ടാൻ നോക്കൂലല്ലോ. ഇതൊരു 10 ആളെ ചേർത്ത് പിടിച്ച് കണ്ട് ബസ് നിർത്തിക്കുക, അല്ലെങ്കിൽ ഒരു സ്കൂൾ മൊത്തം പോയിട്ട് ബസ് നിർത്തിക്കുക, ഇതൊക്കെയാണ് പരിപാടി. ഇതൊക്കെ വലിയൊരു ഹീറോയിസമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ആളുകളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക്
ഒരു തരത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെയൊക്കെ സിനിമകളെയും അതുപോലെ തന്നെ ലഹരിയെയും മാറ്റി നിർത്തിയാൽ തന്നെ ഈ ഒരു ധാരാളം വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. പരിഹരിക്കാൻ സാധിക്കുള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.